ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സഫീസ് വേൾഡ് ഫാമിലിയിലെ ഒരു മെമ്പർ റിക്വസ്റ്റ് ചെയ്തതനുസരിച്ചിട്ടുള്ള വീഡിയോ ആണ്. ഇന്ന് ഒരു റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ആലപ്പുഴ സ്റ്റൈൽ തേങ്ങ അരച്ച മീൻകറിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഒപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ പേജസിലൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ആലപ്പുഴ സ്റ്റൈൽ മീൻകറി എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ഇന്ന് ആലപ്പുഴ സ്പെഷ്യൽ തേങ്ങ അരച്ച മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ എന്ന് പറയുന്നത് ഒരു തേങ്ങയുടെ പകുതി, അതായത് ഒരു മുറി തേങ്ങ, അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 ഉള്ളി, ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിനി ഫൈനായിട്ട് അരച്ചെടുക്കണം, നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഒന്നിത് മിക്സിയിൽ അരച്ചെടുക്കാം. മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന മീനെന്ന് പറയുന്നത് അയലയാണ്. ഇത് കഴുകി വൃത്തിയാക്കി ഫ്രഷ് ആയിട്ട് എടുത്തിട്ടുള്ളതാണ്. 1/2 കിലോ അയലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ മീൻകറി വെക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 5 വല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക്, വലിയ തക്കാളി ഒരെണ്ണം, 2 തണ്ട് കറിവേപ്പില, നമുക്ക് ഉലുവായും കൂടെ വേണം. പിന്നെ വേണ്ടത് പുളി. ഇത്രയുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ തേങ്ങ ഫൈനായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. നല്ല മഷി പോലെ അരച്ച് വെച്ചതാണിത്. അപ്പം ഇത് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 5 വലിയ കഷ്ണം പുളിയാണ്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പുളി എടുക്കണം. കാരണം ചില ആളുകൾക്ക് പുളി കൂടുതൽ വേണം, മറ്റു ചില ആൾക്കാർക്ക് കുറച്ച് മതി. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പുളി എടുക്കണം. നമ്മൾക്ക് ഇതിലേക്ക് 1 സ്പൂൺ ഉലുവ ചേർത്ത്, പച്ചമുളക് ഇട്ടു, തക്കാളി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം, കുറവ് വേണ്ടവർക്ക് കുറവ് ചേർക്കാം. ഞാനിവിടെ 1.5 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് നന്നായിട്ട് ഗ്യാസിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. ഓൺ ചെയ്തു, കറി വെക്കാം. ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ മീൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം നമുക്ക് ഇത് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. മീൻകറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. കറി തിളക്കുന്ന വരെ വീണ്ടും നമുക്ക് വെയിറ്റ് ചെയ്യാം. മീൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെക്കാം. ഫ്ലെയിം സിമ്മിലിട്ട് നമുക്ക് കറി നന്നായിട്ട് തിളച്ച് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ കറി വെയിറ്റ് ചെയ്യാം. ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. അതേപോലെ പുളി ഉപ്പൊക്കെ മീനിൽ പിടിക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് തിളപ്പിക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇവിടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പുളിയും എരിവൊക്കെ കറക്റ്റാണ്. കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നു. ഇളക്കുമ്പോൾ മീൻ പൊടിഞ്ഞു പോകാതെ വേണം ഇളക്കി കൊടുക്കാൻ. പിന്നെ നമുക്ക് അടച്ചു വെക്കാം. എണ്ണ തെളിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കറി വെച്ചിട്ട് നമ്മൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എണ്ണ തെളിഞ്ഞിട്ടുണ്ടോയെന്ന്. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പും പുളിയും എരിവൊക്കെ കറക്റ്റാണ്. ഇത് നമുക്കിത് ഇറക്കി വെക്കാം. എന്നിട്ടൊന്ന് താളിച്ചൊഴിക്കണം. താളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കുക.
പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ മാത്രമേ എണ്ണ ഒഴിക്കാവുള്ളൂ. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ മാത്രമേ നമുക്ക് കളിക്കാനുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാവുള്ളൂ. എന്നാലേ ഉള്ളൂ കറിക്ക് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം നമ്മളുടെ പാൻ ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. താളിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം. 1 സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്, 3 ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത്, പിന്നെ 2 തണ്ട് കറിവേപ്പില. ഇത്രയുമാണ് നമ്മൾ താളിക്കാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ആയതുകൊണ്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. എന്നാലേ ഉള്ളൂ മൂത്ത് കിട്ടത്തുള്ളൂ. ഉള്ളി നന്നായിട്ട് വഴറ്റി എടുത്താൽ മാത്രമേ മൂപ്പിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇത് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് താളിച്ചത് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മളുടെ കറി നല്ല സൂപ്പർ ആയിട്ടില്ലേ കാണാനൊക്കെ. ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടെ എണ്ണയിൽ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഇതിലോട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കാണാൻ ഇത്ര മൊഞ്ചുള്ളത്. അപ്പം നിങ്ങൾക്കിനി അയലയൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കുക. അയല മാത്രമല്ല, മത്തിയും മറ്റ് ചെറിയ മീനുകളൊക്കെ നമുക്ക് ഈ രീതിയിൽ കറി വെക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ വലിയ മീനൊന്നും ഈ രീതിയിൽ കറി വെച്ച് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ മീൻ കറിയൊക്കെ വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.